18 വർഷം പാത്തുമ്മ ഉമ്മ കരള് പൊട്ടി തേങ്ങിക്കരഞ്ഞു. 5 നേരം നമസ്കാരത്തിന് ശേഷം ഏകനായ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് കൈകൾ നീട്ടിയിരുന്നു. എൻ്റെ പൊന്നു മകനെ ഒന്ന് രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി നാഥാ നീ തുണയ്ക്കണമേ എന്നെ. നിരന്തരമായ ഉമ്മയുടെ ആ പ്രാർത്ഥന ഏകനായ രക്ഷിതാവ് കേട്ടു. അവനതാ വഴിയൊരുക്കി. 20 വർഷങ്ങൾ, ഒരു ആയുസിൻ്റെ വലിയൊരു ഭാഗം ഇരുമ്പഴിക്കുള്ളിൽ ഹോമിക്കപ്പെട്ട അബ്ദുറഹീം ഒടുവിൽ തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ മടക്കം കേവലം ഒരു തടവുകാരൻ്റെ മോചനമല്ല, മറിച്ച് ഒരു ഉമ്മയുടെ നിലക്കാത്ത പ്രാർത്ഥനയുടെയും ലക്ഷക്കണക്കിന് മലയാളികളുടെ കാരുണ്യത്തിൻ്റെയും വിജയമാണ്. സ്പോൺസറുടെ മകൻ്റെ മരണം അബ്ദുറഹീമിൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചത് വിധി എന്നേ പറയാനാവൂ. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം തുടങ്ങിയ നാൾ മുതൽ അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ ജീവിതം കണ്ണീരിലും പ്രാർത്ഥനയിലുമായിരുന്നു. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ആ പാവം പാത്തുമ്മ ഉമ്മ അപേക്ഷിച്ചു. 18 വർഷം നീണ്ട ആ കാത്തിരിപ്പിൽ അവർ തളർന്നില്ല. മകനെ ഒരു തവണയെങ്കിലും കാണാൻ കഴിയുമെന്ന ആ ഉമ്മയുടെ ആഗ്രഹം തന്നെയായിരുന്നു ഈ വലിയ പോരാട്ടത്തിന് പിന്നിലെ കരുത്ത്. മരണശിക്ഷയിൽ നിന്നും അബ്ദുറഹീമിനെ രക്ഷിക്കാൻ 34 കോടി രൂപ ബ്ലഡ് മണിയായി നൽകേണ്ടിയിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തുക. എന്നാൽ ആ ഉമ്മയുടെ കണ്ണീർ കേരള ജനത കണ്ടറിഞ്ഞു. മതവും രാഷ്ട്രീയവും മറന്ന് മലയാളി മനസ്സുകൾ ഒന്നിച്ചു. വിദേശത്തും സ്വദേശത്തുമുള്ള ഓരോ മലയാളിയും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 34 കോടി രൂപ എന്ന വലിയ തുക സമാഹരിക്കാൻ കഴിഞ്ഞത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു. അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകുമ്പോൾ അത് ആ ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ്. മകൻ്റെ മോചനത്തിന് തടസ്സമായി നിന്ന ഓരോ കടമ്പകൾ കടന്നു വന്നത് ആ പ്രാർത്ഥനയുടെ കരുത്തിലാണെന്ന് വിശ്വസിക്കാനാണ് ഓരോ മലയാളിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണമെന്നാൽ, നിരന്തരമായി ഉമ്മ സാമൂഹ്യ മാധ്യമത്തിലൂടെ തൻ്റെ വിഷമം അറിയിക്കാൻ ശ്രമിച്ചപ്പോഴും പലരും അത് കണ്ടില്ല. കണ്ടവരും അത് കാണാതെ പോയി. എന്നാൽ അവസാന നിമിഷത്തിലേക്ക് വധശിക്ഷ നടപ്പാക്കുന്ന ആ സമയത്തേക്ക് നീങ്ങിയപ്പോൾ ആ ഉമ്മയുടെ വേദന അധികരിച്ചു. വാക്കുകളിൽ ഒരു മാതാവിൻ്റെ അടങ്ങാത്ത മാതൃസ്നേഹം ഓരോ മലയാളിയും കണ്ടു. അത് തട്ടി നീക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല. പിന്നീട് നിരന്തരം ഈ ഉമ്മക്ക് വലിയ പ്രതീക്ഷകൾ നൽകി. അബ്ദുറഹീം ഇന്ന് വരും, നാളെ വരും, ഒരു മാസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞ് അവരെ വലിയ പ്രതിസന്ധിയിലാക്കി. ഒടുക്കം ഉമ്മ സൗദിയിലെത്തി അബ്ദുറഹീമിനെ നേരിട്ട് കണ്ടു. അത് മലയാളി മനസ്സുകൾക്ക് ഒരിക്കലും അടക്കാനാകാത്ത സന്തോഷമാണ് നൽകിയത്. അവസാനമിതാ 20 വർഷത്തെ കാത്തിരിപ്പിന് ദൈവം നൽകിയ മധുരമായ സമ്മാനമായി അത് മാറുന്നു. അബ്ദുറഹീം ഒരാഴ്ചക്കകം നാട്ടിലെത്തും. ഉമ്മയുമായി ബലിപെരുന്നാൾ ആഘോഷിക്കും. വലിയ പേടിയുണ്ടായി കാലം കുറേ ആയ പാത്തുമ്മ ഉമ്മ ഇനി തൻ്റെ മകനുമായി ഒരു നോക്ക് കാണുവാനുള്ള അവസരം ലഭിക്കുമോ എന്നത് പലരുടെയും നെഞ്ചു തന്നെ തളർത്തിയിരുന്നു. സൗദി കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അബ്ദുറഹീം നാട്ടിലെത്തുമ്പോൾ അത് മാനവികതയുടെ ഒരു വലിയ അടയാളപ്പെടുത്തലായി മാറും. 34 കോടി രൂപ സമാഹരിച്ച് ഒരു ജീവൻ രക്ഷിച്ച കേരളീയർക്ക് എന്നും അഭിമാനിക്കാം. ആ ഉമ്മയുടെ പുഞ്ചിരിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം ഇതിൽ പങ്കാളികളായ ഓരോ പേർക്കും ലഭിക്കുന്നത്.